ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നത് ഏർലി മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനിതാ ഒരു 4:30 ആകുമ്പോൾ തന്നെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതാ 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പൂരിയും പിന്നെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ തലേ ദിവസം തന്നെ ഇതാ കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇതാ ഗ്രീൻ പീസൊക്കെ കഴുകിയിട്ട് കുക്കറിലിട്ട് തലേ ദിവസം തന്നെ വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിനി. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ആദ്യം തന്നെ ഞാൻ പൂരിക്കുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ പൊടി ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പൊടി കിട്ടുന്ന സമയത്ത് ഇങ്ങനെ അരിച്ചെടുക്കലുണ്ട് കേട്ടോ. നമ്മൾ ഏത് പൊടി വാങ്ങുകയാണെങ്കിലും ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ ചില സമയത്ത് ഒന്നും ഉണ്ടാവില്ല, ചില സമയത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ അധികം പൂരി ഉണ്ടാക്കൽ ഇങ്ങനെ ചപ്പാത്തിപ്പൊടി വെച്ചിട്ട് തന്നെയുണ്ട്. അപ്പം നമ്മൾ മൈദപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നതിലേറെ ഒന്നുകൂടെ നല്ലത് ഇങ്ങനെ ചപ്പാത്തിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുകയാണില്ല. അപ്പോൾ ടേസ്റ്റിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടം തന്നെയാണ്. അപ്പോൾ അത് പൊടിയൊക്കെ തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പൊടി പോയിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഇതിവിടെ ക്ലീൻ ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോൾ കിച്ചണിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പരക്കണതൊക്കെ അപ്പം തന്നെ ക്ലീൻ ആക്കിയാൽ നമുക്ക് പിന്നെ വലിയ ഭാരം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയൊക്കെയാണ് ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ ഞാൻ ഈ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് കരിഞ്ചീരകം ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ എള്ളുണ്ടെങ്കിൽ എള്ളും ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ കരിഞ്ചീരകം ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സീഡ്സ് ആണല്ലോ കരിഞ്ചീരകം. അപ്പോൾ ഞാൻ ഇത് ഉള്ള സമയത്തൊക്കെ ഇത് ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ പൂരി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവില്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കൽ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ നല്ല പോലെ തന്നെ അങ്ങോട്ട് കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിൽ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് നല്ല ജീരകം അല്ലെങ്കിൽ ഇങ്ങനെ കരിഞ്ജീരകം ഇതൊക്കെ ഇട്ടാൽ പൊള്ളച്ച് വരില്ല എന്നൊക്കെ പറയുന്നേക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഇട്ടാലും ഇത് പൊള്ളച്ച് വരികയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലൊരു ഇതുണ്ടാവും കേട്ടോ മാവിന്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനൊരു 5 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ മാവൊക്കെ ഞാൻ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മാവ് ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാനിതാ ചായക്കുള്ള വെള്ളം അവിടെ ഈസി കുക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റൊക്കെ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് സമയമൊക്കെ വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് പൂരി നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ നമ്മളെ ഗ്രീൻ പീസിനുള്ള കറി അതും തന്നെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഈസി കുക്കിൽ പെട്ടെന്ന് റെഡി ആവൂലേ. അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെക്കണതിലേറെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചായക്ക് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാനിതാ പൂരി പൊരിച്ചെടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിതാ തവിടെണ്ണ വെച്ചിട്ടാട്ടോ പൂരി പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ RCMൻ്റെ തവിടെണ്ണ വെച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ തവിടെണ്ണ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ ഭൂരി മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്താ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് മക്കൾ വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ ഓല് കളിച്ചിട്ട് വന്നിട്ട് അങ്ങനെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ഭൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഭൂരിയൊക്കെ ഞാൻ കുറച്ചധികം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാവും കേട്ടോ ഇവിടെ വീട്ടിൽ. അപ്പോൾ ഇത് കേടൊന്നും വരില്ലല്ലോ. അപ്പോൾ ഞാൻ ഭൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചധികമൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ വീട്ടിലുള്ള സമയത്ത് പിന്നെ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ കണക്കാക്കിയിട്ടൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ, കുറച്ചധികം തന്നെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ നമ്മളെ പൂരി പൊരിച്ചെടുക്കലൊക്കെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പണിയൊന്നും ഇല്ല കേട്ടോ. ഇതിന് നമ്മൾ പത്തിരി പ്രസ്സിലൊന്ന് അമർത്തുക, പിന്നെ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൊരിച്ചെടുക്കലും ചുട്ടെടുക്കലൊക്കെ ഒപ്പം തന്നെ കേട്ടോ. ചുട്ടെടുക്കലോ പൊരിച്ചെടുക്കട്ടോ. അപ്പോൾ അങ്ങനെ എന്താ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൂരിയൊക്കെ പൊരിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇത് നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെയധികം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ ഇതിൽ വെല്ലുള്ളിയും തക്കാളിയും പിന്നെ ഒരു പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒന്ന് അരച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തേങ്ങ ഒന്നും അരച്ച് ഒഴിച്ച് കൊടുക്കണില്ലെങ്കിൽ കുറച്ചധികം കുറച്ചധികം തേങ്ങ ഇട്ടാലും നല്ലൊരു കുറുക്കുണ്ടാവും കേട്ടോ കറിക്ക്. അപ്പോൾ ഞാൻ തേങ്ങ ഇല്ലാത്ത സമയത്ത് കുറച്ചധികം പൊട്ടറ്റോ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനത് അതിലേക്ക് കുറച്ച് ഗരം മസാല അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ ഇതാ കറി ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കടുകും കറിവേപ്പില ഇട്ടിട്ടാണ് ഈ കറി ഒന്ന് വറവിട്ടെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ട്, അപ്പോൾ അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ഇന്നത്തെ ദിവസം ഡ്യൂട്ടി ഉള്ളത് 6 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങനെ കൊണ്ടുപോകലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് കൊണ്ടുപോകാനുള്ളൊക്കെ ഒരു പാത്രത്തേക്ക് അങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ കറിയൊക്കെ ഞാനിതാ ഇതിൽ തന്നെ ഒഴിച്ച് കൊടുക്കാണ്ട്. അപ്പോൾ ഞാനിതാ കുറച്ചധികം കറി തന്നെ ഒഴിക്കുന്നുണ്ട്.
പിന്നെ അങ്ങനെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ ഒരു പൂരിയും കട്ടൻ ചായ ഒക്കെ കുടിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ കുപ്പിയിലാക്കുകയാണ്. അപ്പം അങ്ങനെ നമുക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഇതാ റെഡിയാക്കി വെച്ചിട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ പിന്നെ വേറെ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ചോറൊക്കെ പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലീനിങ്ങും തന്നെ പിന്നെ ഒരു ഓളനെ ചെയ്യും കേട്ടോ. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ അടിക്കലും തുടക്കലൊക്കെ പിന്നെ ഓളനെ ചെയ്യും. പിന്നെ നമ്മളെ വീട് പിന്നെ ചെറിയ വീടാണല്ലോ, അതുകൊണ്ട് പിന്നെ അധികമൊന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മളെ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞപ്പോഴത്തേന് ഇത് 6:10 കേട്ടോ. കുറച്ച് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. അങ്ങനെ പിന്നെ ഞാനിത് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഞാനിതാ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി 6 മണി മുതൽ 1:45 വരെ ആയിട്ട്. അപ്പം ഇന്ന് കുറച്ച് ലേറ്റായിട്ട് 10 മിനിറ്റ് ലേറ്റായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.